വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഏവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവദാസൻ ഓർമ്മിച്ചതുപോലെ എൻ്റെ പേര് അഭിലാഷം എന്നാണ്. കഴിഞ്ഞ 5 മാസത്തോളം രാജ്യത്തായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അടുത്ത മാസം മടങ്ങിപ്പോവുകയാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക. ആമുഖ വാക്കുകളാൽ സമയം ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവ് ഫലമേൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ തിരുവചന ഭാഗത്തേക്ക് ഏവരുടെയും സവിശേഷമായ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമെഴുതി വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ പകലിനായ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിന്റെ വെളിപ്പാടുകളെ തുറക്കും ആയിരിക്കും സമയം നോക്കുകയും ദൈവിക സാന്നിധ്യത്താൽ ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതവും സുപരിചിതവുമായ തിരുവചന ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നോട്ടത്തെക്കുറിച്ചുള്ള ഒരു വാക്യ പ്രയോഗമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രാർത്ഥനയോട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. സമയം അധികം ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച അനുഗ്രഹീതമായ ദൂതുകളെ പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. അധികമായ ആഴത്തിലേക്ക് ഇറങ്ങി വിഷയിപ്പിക്കുന്നില്ല. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. കാര്യം, ഇടയ്ക്ക് ഒരു സഭയിൽ ഒരു ദേവദാസൻ പ്രസംഗിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒത്തിരി ഓഡിയൻസ് കേൾക്കുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. പ്രസംഗം ഓവറായിപ്പോയി, സമയം വർദ്ധിച്ചു പോയി. 1, 2, 3 മണിക്കൂറൊക്കെ ആയപ്പോൾ അത് കേട്ട ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്ക് വിഷമമായി. അതിലൊരു ബിരുദൻ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടു: പ്രസംഗം നേരത്തെ നിർത്തുന്നവൻ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് പിന്നെയും വരാം. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് മുഷിപ്പിക്കുന്നില്ല. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. ഈ ലേഖനത്തെ നാം ചിന്തിക്കുമ്പം അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് 1 കൊരിന്ത്യർ ലേഖനം, 2 കൊരിന്ത്യർ ലേഖനം. ലേഖനങ്ങളെ കുറിച്ച് പഠിക്കുമ്പം കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആരെഴുതി, ആർക്കെഴുതി, എന്തെഴുതി, എന്തിനെഴുതി, ഈ 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ലേഖനത്തിന്റെ കാതലായിട്ടുള്ള വിഷയം. ആ ചോദ്യങ്ങളുമായിട്ട് ഈ ലേഖനത്തെ പഠിക്കുമ്പം 1-ാമത്തെ ചോദ്യം ആരെഴുതി? അപ്പോസ്തലനായ പൗലോസ് എഴുതി. ആർക്കെഴുതി? കൊരിന്ത്യ പട്ടണത്തിനകത്തുള്ള അനുഗ്രഹീതമായ സഭയായ കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി എഴുതി. എന്തെഴുതി? താൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചോദ്യശരങ്ങളുടെ മുമ്പിൽ ദൈവം തനിക്ക് കൊടുത്ത വെളിപ്പാടുകളെ എഴുതി. എന്തിനെഴുതി? അതിനകത്തുള്ള ദൈവസഭയ്ക്കകത്തുള്ള ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടതിനും അവരുടെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടെയും ജീവിച്ച നിത്യതയുടെ വെളിപ്പാടുകളെ അവകാശമാക്കേണ്ടതിനുള്ള ദൂതുകളെയാണ് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തെ കുറിച്ച് നാം പഠിക്കുമ്പം വിശുദ്ധ ബൈബിളിലെ 46-ാമത്തെ പുസ്തകം 16 അധ്യായങ്ങൾ, 436 വാക്യങ്ങൾ, 104 ചോദ്യങ്ങൾ, 5 പഴയ നിയമ പ്രവചനങ്ങൾ, 13 പുതിയ നിയമ പ്രവചനങ്ങൾ എന്നിത്യാദി സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ തന്നെ എഴുത്തുകാരനെ കുറിച്ച് ചില കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് കൊരിന്ത്യ സഭ. ഏകദേശം 1.5 വർഷത്തോളം കാലം അദ്ദേഹം ആ പട്ടണത്തിനകത്തുണ്ടായിരുന്നു. അനുഗ്രഹീതമായ ഒരു സഭ ആരംഭിച്ചു. അവൻ സുവിശേഷം പറഞ്ഞു. ഏകദേശം 10, 20, 50, 100 ഇങ്ങനെ ആൾക്കാർ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1.5 വർഷം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സഭ രൂപീകരിക്കപ്പെട്ടു. ദൈവമക്കൾ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ സഭ മുമ്പോട്ട് പോകുമ്പോൾ ഏകദേശം 1.5 വർഷം സ്ഥാപിച്ച 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള ദൈവദാസന് പൗലോസിന് പിന്നെയും ഒരു പ്രകാശനം ലഭിച്ചു. പൗലോസേ, നിന്നെ വിളിച്ചിരിക്കുന്നത് ആ പട്ടണത്തിനകത്ത് ഒതുങ്ങി പാർക്കാനല്ല, നിനക്ക് പിന്നെയും യാത്രകൾ മുമ്പിലുണ്ട്, നിനക്ക് ഇനിയും ശുശ്രൂഷകൾ മുമ്പിലുണ്ട്, നിനക്ക് ഇനിയും വെളിപ്പാടുകളോടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആ വെളിപ്പാട് കിട്ടിയ മനുഷ്യൻ ആ 1.5 വർഷത്തിന് ശേഷം എഫെസോസ് എന്ന പട്ടണത്തിലേക്ക് ശുശ്രൂഷയുമായിട്ട് പോകുകയാണ്. 1.5 വർഷത്തിന്റെ ശുശ്രൂഷകൾക്ക് ശേഷം അടുത്തതായി ആ സഭയുടെ അധ്യക്ഷനായി വന്ന മനുഷ്യനാണ് അപ്പൊല്ലോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രത്യേകത, അദ്ദേഹം ജ്ഞാനിയാണ്, നല്ല പ്രസംഗകനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ അതിന്റെ കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. നല്ല പ്രസംഗകനായ നല്ലൊരു അധ്യക്ഷൻ ആ സഭയിലേക്ക് വന്നു, അപ്പൊല്ലോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ സഭയെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലേഖനം എഴുതുന്ന സമയത്ത് AD 56-ൽ പൗലോസ് എഫെസോസിലാണ്. എഫെസോസിൽ ഇരുന്നുകൊണ്ടാണ് ഈ സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുന്നത്. എഴുതാനിടയായ സാഹചര്യം എന്താണെന്നറിയാമോ? താൻ സ്ഥാപിച്ച, താൻ വില കൊടുത്ത, താൻ പ്രാർത്ഥിച്ചുളവാക്കിയ ആ സഭയ്ക്കകത്ത്
സഭയ്ക്കകത്തേക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, പ്രയാസങ്ങൾ വരാൻ തുടങ്ങി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുറത്തെ ജഡീകത്വം സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറി. ഈ സഭ ഇരിക്കുന്ന പട്ടണം ഏതാന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. അതിന്റെ പേര് കൊരിന്ത് എന്നാണ്. കൊരിന്ത്യ പട്ടണമാണ്. ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പാപത്തിന് പേരുകേട്ടൊരു പട്ടണമാണ് കൊരിന്ത്യ പട്ടണം. അതിക്രമങ്ങൾക്കും തെറ്റുകൾക്കും മ്ലേച്ഛതകൾക്കും പേരുകേട്ട പട്ടണമാണ്. ഈ പട്ടണത്തിന്റെ ചുറ്റും അയൽനാടുകളിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം, ആരെങ്കിലും തമ്മിൽ പരസ്പരം വാഗ്വാദം ഉണ്ടാകുമ്പം ഒരുത്തൻ മറ്റൊരുത്തനോട് പറയും, നീ ഒരുമാതിരി കൊരിന്തിനെ പോലെ സംസാരിക്കരുത്, കൊരിന്തിനെ പോലെ നീ മിണ്ടരുത്, കൊരിന്തിനെ പോലെ പെരുമാറരുത് എന്ന് പറഞ്ഞാൽ ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം കൊരിന്തെന്ന് പറയുമ്പോൾ തന്നെ പാപത്തിന് പേരുകേട്ട സ്ഥലമാണ്, ജഡീക പ്രവൃത്തികൾക്ക് പേരുകേട്ട സ്ഥലമാണ്. ഈ സഭയ്ക്ക് പറ്റിയ പരാജയം എന്നുള്ളത് ആ 1.5 വർഷത്തിനകത്ത് പൗലോസ് പോയി ചില നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞപ്പം പുറത്തെ ജഡീകത്വം സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറി. വിശ്വാസികൾക്ക് അവരുടെ പഴയ നടപ്പിനെ പൂർണ്ണമായി വിട്ടുകളയാൻ കഴിഞ്ഞില്ല. പഴയ സ്വഭാവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ വാക്കിൽ ലളിതമായി പറഞ്ഞാൽ, അകത്തു വരുമ്പോൾ പ്രാർത്ഥനയും, അകത്തു വരുമ്പോൾ ഭക്തിയും, അകത്തു വരുമ്പോൾ ആരാധനയും, അകത്തു വരുമ്പോൾ ദൈവത്തെ മഹത്വീകരിക്കുന്നതായ ജീവിതവും, പടിവാതിൽ വിട്ട് പുറത്തിറങ്ങുമ്പോൾ പിന്നെയും പഴയതുപോലെ ജീവിതം നയിക്കുന്ന ആ ദൈവമക്കളെ കണ്ടുകൊണ്ട് വളരെ വിഷമത്തോടെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പലതിലും തെറ്റിപ്പോയിരിക്കുന്നു, നിങ്ങൾ പലതിലും വീണിരിക്കുന്നു, നിങ്ങൾ പലതിലും ജഡീകന്മാരാണ്, നിങ്ങൾ ഇന്നും ഈ വചനത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ല, നിങ്ങൾ വേണ്ടുന്നത് പോലെ നിങ്ങൾ വളർന്നിട്ടില്ല. ആ വിഷമസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു, ലേഖനം എഴുതേണ്ട സാഹചര്യം ആ സഭയ്ക്കകത്ത് ജഡീകത്വം കയറി. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമതൊരു കാര്യം ആ സഭയ്ക്കകത്ത് കയറി. അതുകൊണ്ട് ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ലേഖനം എഴുതാനുള്ള കാര്യം ആ രണ്ടാമത്തെ വിഷയമാണ്. ആ വിഷയം എന്താണെന്നുള്ളത് ആ 1-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ എന്തുണ്ട്? ആ സഭയ്ക്കകത്ത് ഇപ്പോഴുള്ള പ്രശ്നം, പരമപ്രധാനമായ പ്രശ്നം, ഭിന്നതയാൽ ആ സഭ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ സംസാരിക്കുന്നത് കൊരിന്ത്യ സഭയെ കുറിച്ചാ. ആ സഭയ്ക്കകത്ത് ഇപ്പൊ എന്തുണ്ട്? പത്രോസിന്റെ പക്ഷക്കാർ, സ്ഥാപകനായ പൗലോസിന്റെ പക്ഷക്കാർ, അധ്യക്ഷനായ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ. പത്രോസിന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ക്രിസ്തുവിന്റെ പക്ഷക്കാർ. എത്ര പക്ഷക്കാരുണ്ട്? 4 പക്ഷക്കാരായി ചേരി തിരിഞ്ഞ് അവർ തോന്നിയതുപോലെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊല്ലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ചിലരൊക്കെ ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്ഥാപകന്റെ വാക്കേ കൂടുതൽ കേൾക്കത്തുള്ളൂ. ചിലര് പറഞ്ഞു, ഞങ്ങൾ കേഫാവിന്റെ വാക്കുകളെ കേൾക്കത്തുള്ളൂ. ചിലര് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇന്നയാളിന്റെ വാക്കേ കേൾക്കത്തുള്ളൂ. ചിലര് പറഞ്ഞു, ആരുടെയും വാക്കുകൾ ഞങ്ങൾ കേൾക്കത്തില്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ വാക്കുകളെ. ഭിന്നതയുണ്ടെന്ന് പൗലോസ് കേട്ടു. ഇനി ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ ലേഖനം അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം എവിടെയല്ല? കൊരിന്തിൽ അല്ല. കൊരിന്തിൽ നിന്ന് അല്പമല്ലാത്ത ദൂരമുണ്ട് എഫെസോസിലേക്ക്. കൊരിന്തിനകത്ത് സംഭവിച്ച ഈ സംഭവ വികാസങ്ങൾ എങ്ങനെ അല്പവിദൂരതയിലുള്ള എഫെസോസിൽ താമസിക്കുന്ന പൗലോസ് അറിഞ്ഞു? അതിന്റെ 10-ാം വാക്യം വായിച്ച 1:10-11 വാക്യം. നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു? ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പൊ എഫെസോസിലുള്ള പൗലോസ് ആ സഭയ്ക്കകത്തുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെ അറിഞ്ഞ്? ആരായി ക്ലോവ? ചോദ്യം വേണ്ട, പ്രസംഗം. ക്ലോവ എന്ന് പറയുന്നത് കൊരിന്ത്യ പട്ടണത്തിനകത്തുള്ള ധനികയായൊരു സ്ത്രീയാണ്. ആ ധനികയായ യജമാനത്തി കൊരിന്ത്യ സഭയിലെ വിശ്വാസിയല്ല. അവൾ വിശ്വാസിയല്ലെങ്കിലും ആ യജമാനത്തിയുടെ ബാലിക്കാരന്മാരും ബാലിക്കാരത്തികളും അഥവാ ദാസീദാസന്മാർ എവിടെ പോകാറുണ്ട്? കൊരിന്ത്യ സഭയിലെ മെമ്പേഴ്സ് ആണ് ആ ദാസീദാസന്മാർ. യജമാനത്തി ആ ചർച്ചിൽ പോകത്തില്ല, അവൾ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, അതിന് താല്പര്യമില്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ആ ദൈവസഭയ്ക്കകത്ത് ഈ ദാസീദാസന്മാർ പോയി ആരാധിച്ച് മടങ്ങി വന്ന് ആദ്യകാലങ്ങളിൽ ഭവനത്തിനകത്ത് മടങ്ങി വന്ന് അവർ പരസ്പരം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ദാസീദാസന്മാർ, ഇന്ന് എന്തൊരു ആരാധനയായിരുന്നു, ഇന്ന് എന്ത് നല്ല
പാട്ടായിരുന്നു, ഇന്ന് എന്ത് നല്ല മെസ്സേജ് ആയിരുന്നു, ഇന്ന് എന്ത് നല്ല പ്രബോധനമായിരുന്നു, ഇന്ന് എന്ത് നല്ലൊരു ആത്മസാന്നിധ്യമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. ഈ സഹോദരി സഹോദരന്മാർ, ദാസീദാസന്മാർ ഭവനത്തിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ആര് കേൾക്കുന്നുണ്ട്? ക്ലോവ എന്ന യജമാനത്തി കേൾക്കുന്നുണ്ട്. ഒരാഴ്ച കേട്ടു, രണ്ടാഴ്ച കേട്ടു, ഒരു മാസം കേട്ടു, 2 മാസം കേട്ടു. ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മടങ്ങി വന്നിട്ട് ഇവർക്ക് ഇതേ പറയാനുള്ളൂ, ഇന്ന് എന്ത് നല്ല സന്തോഷമായിരുന്നു, ഇന്ന് എന്ത് നല്ല ഉണർവായിരുന്നു, ഇന്ന് എന്ത് നല്ല വെളിപ്പാടായിരുന്നു, ഇന്ന് എന്ത് നല്ല ആത്മസാന്നിധ്യമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഈ യജമാനത്തിക്ക് മനസ്സിനകത്ത് ഒരു അയവ് വന്നു, ഒരു ചിന്ത വന്നു, എനിക്കും എവിടെ പോണം? സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മ, ഭാരം, സമ്പത്തുണ്ടെങ്കിലും ഭാരം, പ്രശ്നം, ഇതൊക്കെ ഹൃദയത്തിനകത്ത് തോന്നി തുടങ്ങിയ യജമാനത്തിക്ക് ഒരു ആഗ്രഹം തോന്നി, എനിക്കും ആ സഭയ്ക്കകത്ത് പോയാൽ കൊള്ളാം, പ്രാർത്ഥനയ്ക്ക് പോയാൽ കൊള്ളാം. അതിന്റെ കാര്യങ്ങളിലേക്ക് പുള്ളിക്കാരി ചുവട് വെച്ചുകൊണ്ടിരിക്കുമ്പം പിറ്റേ ആഴ്ച ആലയത്തിനകത്ത് പോയി ആരാധിച്ചിട്ട് മടങ്ങി വന്നിട്ട് ദാസീദാസന്മാർ പറഞ്ഞ വാക്ക് കേട്ടിട്ട് യജമാനത്തിയുടെ ബോധം പോയി. അവരെന്താ പറഞ്ഞതെന്നറിയാമോ? എന്റെ ദൈവമേ, ആശീർവാദം പറയാൻ കാത്തിരിക്കുകയായിരുന്നു, അന്നേരം തുടങ്ങിയ അടി. ഇതുപോലൊരു അടി സഭയെ കുറിച്ചാ പറയുന്നത്. ഇന്ന് എന്തോ ഒരു അടിയായിരുന്നു, ഇന്ന് എന്ത് ബഹളമായിരുന്നു. അപ്പൊലോസിന്റെ കൂട്ടക്കാർ, പത്രോസിന്റെ കൂട്ടർ, പൗലോസിന്റെ കൂട്ടർ, ക്രിസ്തുവിന്റെ കൂട്ടർ ചേരിതിരിഞ്ഞടി. ഈ ബഹളവും പ്രശ്നവും ഒക്കെ കേട്ടിട്ട് ദാസീദാസന്മാർ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇന്നെന്ത് പ്രശ്നമായിരുന്നു, ഇന്നെന്ത് പ്രയാസമായിരുന്നു, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഇന്നെന്ത് ബഹളമായിരുന്നു. ഇതാര് കേട്ടു? ക്ലോവ എന്ന യജമാനത്തി കേട്ടു. അവൾ ചിന്തിച്ചു, ഒന്നാമതേ എനിക്ക് സമാധാനം ഈ സമാധാനമില്ലാത്ത ഞാൻ കൂടെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളത് കൂടെ പ്രശ്നമാകുമെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അവൾ അത് മനസ്സിനകത്ത് വച്ചില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവൾ ദാസീദാസന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ സഭയ്ക്കകത്ത് ഈ പരിപാടികളാണെങ്കിൽ എങ്ങനെ ഞാൻ അതിനകത്ത്? ഇത് വിഷമമായി തോന്നിയ ഈ ദാസീദാസന്മാർ വ്യാപാര ആവശ്യത്തിന് വേണ്ടി എഫെസോസിൽ പോയി. ആ വ്യാപാര ആവശ്യം എഫെസോസിൽ കഴിഞ്ഞിട്ട് അവിടെ പൗലോസ് ഉണ്ടെന്നുള്ള ശ്രുതി കേട്ടിട്ട് ബിസിനസിന്റെ ആവശ്യം കഴിഞ്ഞ് നേരെ ആ ദാസീദാസന്മാർ പൗലോസിന്റെ അടുക്കൽ പോയി. എന്നിട്ട് പൗലോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആ ക്ലോവയുടെ ആളുകളാൽ ഈ വർത്തമാനം എല്ലാം പൗലോസ് അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. എല്ലാം കേട്ട് വിഷമതയോടെ പുള്ളിക്കാരൻ 11-ാം വാക്യത്തിൽ സഭയോട് ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന്, ഭിന്നതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് മറ്റൊരാളല്ല, ക്ലോവയുടെ ആളുകളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയരെ, മൂന്നാമതൊരാളെ കുറിച്ച് ഒരാൾ നമ്മളോട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അയാളോട് നിന്നിൽ ഇന്ന് തെറ്റുണ്ടെന്ന് ഇന്നയാളാ പറഞ്ഞു തന്നെന്ന് നമ്മൾ പറയൂ? ഒരാളെ കുറിച്ച് വേറൊരാൾ നമ്മളോട് കുറ്റം പറഞ്ഞു, ഈ ആളെ കാണാൻ നമുക്ക് സഹായം കിട്ടി, അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കുക, നിന്നിൽ ഇന്ന കുറ്റമുണ്ടെന്ന് ഇന്നയാള് പറയൂ? ഇല്ല, അന്നേരം തുടങ്ങും അടി. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം വായിച്ചേ. പൗലോസ് അങ്ങനെയുള്ള സ്വഭാവക്കാരനല്ല. അദ്ദേഹം പറയുക, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ആര് തന്നെയാ പറഞ്ഞേ? എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? അത് കേട്ടിട്ടെങ്കിലും നാണക്കേട്. ബിസിനസ്സുകാരെത്തി ദേശം അറിയപ്പെടുന്നവൾ, ആ ഒരു ആത്മാവ് സഭയ്ക്കകത്തേക്ക് വരുന്നതിന് മുടക്കം നിന്നത് നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലിരിപ്പാണ്, നിങ്ങളുടെ പ്രവൃത്തിയാണ്, നിങ്ങളുടെ ഭിന്നതയാണ്, നിങ്ങളുടെ പിണക്കമാണ്. അത് കേട്ടിട്ടെങ്കിലും ലജ്ജ തോന്നുമാറ് വളരെ വ്യക്തമായി സ്പഷ്ടമായി പൗലോസ് എഴുതുന്നു, ഇവരിലൂടെയാണ് ഞാൻ ഈ വർത്തമാനങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ രൂപാന്തരപ്പെടണം, നിങ്ങളുടെ പക പിണക്കങ്ങൾ മാറണം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിഷയത്തിന്റെ ഗതി കുറച്ചുകൂടെ മാറുകയാ. അദ്ദേഹം വ്യക്തമായി പറയുന്നു, നട്ടവനെ നിങ്ങൾ നോക്കരുത്, നനച്ചവനെ നിങ്ങൾ നോക്കരുത്, വളർത്തുമാറാക്കുന്ന ദൈവത്തെയാണ് നോക്കരുത്. ആരെയും നിങ്ങൾ നോക്കരുത്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ഈ വിധത്തിലുള്ള ദൂതുകൾ അടുക്കി ഒന്നൊന്നായി സഭയോട് ദൂത് കൈമാറുക. അപ്പോ രണ്ടാമത്തെ പ്രശ്നം, സഭയ്ക്കകത്ത് ഭിന്നത കൊടികുത്തി വാഴുകയാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സഭ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും അവർ ആത്മീകത്തിൽ ഒരു പടിയുടെ മേലെ ആയിട്ടില്ല. 3-ാം അധ്യായം 2-ാം വാക്യം വായിച്ച്, 3-ന്റെ 2-ാം വാക്യം, 1 Corinthians 3:2. ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഇപ്പൊ നിങ്ങൾ ആരാണ്? ഇന്നും നിങ്ങൾ ജഡീക അവസ്ഥയിലാണ്.
ആത്മതലത്തിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള വെളിപ്പാടുകൾ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അകത്തുള്ള പ്രകാശനങ്ങൾ വർദ്ധിച്ചിട്ടില്ല. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തുറക്കപ്പെട്ടിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീക മനുഷ്യർക്ക് തുല്യരാണ്. ഇന്ന് നിങ്ങൾ ജഡത്തിൽ വസിക്കുകയാണ്, ജഡത്തിൽ ചിന്തിക്കുകയാണ്, ജഡത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ജഡീക മനസ്സ് വിട്ട്, ജഡീകത്വം വിട്ട് നിങ്ങൾ ആത്മീകത്തിലേക്ക് മടങ്ങി വരണമെന്ന് പൗലോസ് ദൈവസഭയോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വശം, ജഡീകന്മാര് മാത്രമല്ല, അവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായെന്നാണ്. ഈ സഭയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവരെന്താണ്? ഇവർക്ക് എല്ലാം ആയി എന്നൊരു തോന്നൽ. ഇനി വചനം കേൾക്കണമെന്നോ, അല്ലെങ്കിൽ ഇനി കൃപാവരത്തിൽ നിറയണമെന്നോ, ഇനി വെളിപ്പാടുകൾ പ്രാപിക്കണമെന്നോ ആഗ്രഹമില്ലാതെ വണ്ണം കൊരിന്ത്യ സഭ തൃപ്തന്മാരായി, തികഞ്ഞവരായി എന്ന രൂപത്തിലിരിക്കുകയാണ്. അവരോട് പൗലോസ് പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ഈ ചിന്തിക്കുന്ന മനോഭാവത്തിൽ മുമ്പോട്ട് പോകരുത്. തികഞ്ഞവരായെന്നോ, എന്തോ പ്രാപിച്ചെന്നോ, തൃപ്തരായെന്നോ ചിന്തിക്കരുത്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇനിയും അടുത്തു വരേണം. ഇനിയും ദൈവം നിങ്ങളെ ആക്കി വയ്ക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പൂർണ്ണത പ്രാപിക്കണം. അപ്പോ ഈ ഭാഗങ്ങളുടെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ ലേഖനം ആ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രസംഗ വിഷയത്തിലേക്ക് കടന്നു വരാം. 26-ാമത്തെ വാക്യം, 1:26 ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അപ്പോൾ പൗലോസ് പരമപ്രധാനമായി ഈ ലേഖനത്തിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പദം ദൈവത്തിന്റെ വിളി എന്നുള്ളതാണ്. ദൈവത്തിന്റെ വിളിയെ നോക്കുവിൻ. 1-ാം ലേഖനത്തിന്റെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് കൈമാറി. അവരുടെ ജഡീകത്വം മാറണം, ഭിന്നത മാറണം, പിണക്കം മാറണം, തൃപ്തിയായി തികഞ്ഞു എന്നുള്ള അനുഭവങ്ങൾ മാറണം. ഇതൊക്കെ വിട്ട് മാനസാന്തരപ്പെടേണ്ടതിനാണ് 1-ാം ലേഖനം എഴുതിയത്. ഈ ലേഖനം എഴുതി അനന്തരം പൗലോസ് കൊരിന്ത്യ സഭയിലേക്ക് പോയെന്ന് ഒരു പക്ഷം അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ ആ ഭാഗത്ത് കാണാൻ പറ്റും. ഈ ലേഖനം എഴുതിയിട്ട് പൗലോസ് എവിടെ പോയി? സഭയ്ക്കകത്ത് പോയി. ആ സഭയ്ക്കകത്ത് പോയപ്പോൾ ചെന്ന് കയറിയ പാടെ ഇദ്ദേഹം ചിന്തിച്ചത്, ഈ 1-ാം ലേഖനം വായിച്ച് മാനസാന്തരപ്പെട്ട ജനം ഇദ്ദേഹത്തെ എന്ത് ചെയ്യും? സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ കേട്ട വാക്കുകളൊക്കെ കേട്ടപ്പം ഈ ജനത്തിന് വല്ലാണ്ട് പരവേശം ഉണ്ടായി. പൗലോസിനെ കിട്ടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ പറഞ്ഞവനെ നേരിൽ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ആ സഭ. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, സഭയ്ക്കകത്ത് ഒരു പണ്ഡിതൻ പറയുന്നത്, 1-ാം ലേഖനം എഴുതി ആ സഭയിലേക്ക് പോയ പൗലോസിനെ ആ സഭയിലെ ഒരു പ്രധാനി എഴുന്നേറ്റ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തത് ഇങ്ങനെയാണ്, പൗലോസേ, നിന്റെ അപ്പോസ്തലികത്വം ആരാ നിനക്ക്? നീ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവനല്ല. നിന്നെ ശുശ്രൂഷയ്ക്ക് ആരാ വിളിച്ചേ? ആരാ നിന്നെ തിരഞ്ഞെടുത്തേ? ആരാ നിന്റെ മേൽ അഭിഷേകം പകർന്നേ? എന്നിത്യാദി ശുശ്രൂഷകളെയും ദൈവം നൽകിയ മഹത്വത്തെയും ചോദ്യം ചെയ്യുന്ന നിലവാരത്തിൽ ഒരു പ്രധാനി എഴുന്നേറ്റ് പൗലോസിനെ ചോദ്യം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉളവാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? താൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, താൻ വയറിറുക്കി കെട്ടി, താൻ വിശന്ന്, താൻ ഉപവസിച്ച്, താൻ വില കൊടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന ദൈവമക്കൾ, അവനിലൂടെ രക്ഷയിലേക്ക് വന്ന പ്രിയപ്പെട്ടവർ തനിക്കെതിരെ കുത്തുവാക്കുകൾ പറയുമ്പോഴാണ് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ആ ഒരു എഴുത്തിൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഒരു പ്രധാനി പൗലോസിനെ നേരെ പറഞ്ഞപ്പം, അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്തപ്പം, ശുശ്രൂഷകളെ ചോദ്യം ചെയ്തപ്പം, ദൈവമേൽപ്പിച്ച മഹത്വത്തെ ചോദ്യം ചെയ്തപ്പം താൻ ശുശ്രൂഷയെ അല്പസമയത്തേക്ക് അവസാനിപ്പിച്ചു. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പം കാണുന്നു, ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് എഫെസോസ് പട്ടണത്തിലാണ്. അവിടെ നിന്ന് മക്കദോനിയയിലേക്ക് ശുശ്രൂഷയ്ക്ക് ഒരു വഴി തുറക്കപ്പെട്ടു. ആ എഴുത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു, മക്കദോനിയയിലേക്ക് ശുശ്രൂഷയ്ക്കായി വഴി തുറക്കപ്പെട്ടിട്ടും അവിടേക്ക് പോകാൻ ആർക്ക് മനസ്സ് വന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചോദ്യം വന്നപ്പം ശുശ്രൂഷയിൽ ആകെപ്പാടെ അദ്ദേഹം ഡൗൺ ആയി. ഇനി മുമ്പോട്ട് ഒരു വാക്ക് പറയാനോ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് പോകാനോ കഴിയാതെ വണ്ണം ഈ കുത്തുവാക്ക് കേട്ട് വല്ലാത്ത പരുവത്തിലിരിക്കുകയാണ്. അദ്ദേഹം തീത്തോസിനെ അടുക്കൽ വിളിച്ചു. തീത്തോസിനോട് പറഞ്ഞു, മോനെ, നീ നേരെ കേന്ദ്രസഭയിലേക്ക് പോകണം. കേന്ദ്രസഭയിൽ ഞാൻ നിനക്കൊരു ലെറ്റർ തരാം. ഈ ലെറ്ററുമായി കേന്ദ്രസഭയിൽ പോയി പത്രോസ് ഉൾപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രസഭയോട് ഈ വർത്തമാനങ്ങളെ നീ പറയണം. എനിക്കെതിരെ ഇന്നയാൾ എഴുന്നേറ്റു, ഇന്ന ചോദ്യങ്ങൾ ഉണ്ടായി, ഇന്ന പ്രതികൂലങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരു മറുപടി പറയണമെന്ന് കേന്ദ്രസഭയ്ക്ക് ലെറ്റർ അയച്ചു. തീത്തോസ് ഈ കത്തുമായി പോയിട്ട് പിന്നെ അദ്ദേഹത്തെ കുറെ നാള് തീത്തോസിനെയും കാണാനില്ല. പോയവൻ ആ വഴിക്ക്
പോയി. പുള്ളിക്കാരൻ മക്കതോനിയിൽ ശുശ്രൂഷയ്ക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന രീതിയിൽ കൂടാരത്തിന്റെ വാതിക്കൽ തലകുനിയപ്പെട്ടവനായിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ കണ്ണുനീരോടിരിക്കുമ്പോൾ, ഒരു പ്രഭാതത്തിൽ കൂടാരവാതിൽ തുറന്ന പൗലോസ് ഇങ്ങനെ ദൂരെ നിന്ന് തീത്തോസ് ഓടി വരുന്നത് കണ്ടു. ഓടി വരുന്ന തീത്തോസിനെ കണ്ടിട്ട് മുമ്പിലേക്ക് ചാടി ഇറങ്ങി അവൻ ചോദിച്ചു, എന്താ നിന്റെ വർത്തമാനം? തീത്തോസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, കേന്ദ്രസഭ നിനക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിലും സാരമില്ല, ഉയരത്തിലെ ദൈവം ഉയരത്തിലെ ദൈവം നിന്റെ നീതിയെ വെളിപ്പെടുത്തി. ഉയരത്തിലെ ദൈവം നിന്റെ നീതിയെ വെളിപ്പെടുത്തി. ഞാൻ ആ ദൈവിക ദൂത് സഭയ്ക്ക് കൈമാറുക. നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുക്കളുടെ മുമ്പാകെ, ആരോപണങ്ങൾക്ക് മുമ്പാകെ, ദുഷ്ടതകൾക്ക് മുമ്പാകെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ നീതിയെ വെളിപ്പെടുത്തുന്ന ദൈവം നമുക്ക് ഉയരത്തിലുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ നീതി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ ആര് കൂടെ ഇല്ലെന്ന് പറഞ്ഞും ഭാരപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നേ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര ഉറപ്പുള്ള മനുഷ്യനാണ്. ഈ തീത്തോസ് മറുപടി പറഞ്ഞു, മോനെ ആമേൻ, പൗലോസെ പേടിക്കണ്ട, നീ കേന്ദ്രസഭ നിനക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിലും ദൈവം ഇടപെട്ടു. എന്താ ദൈവം ഇടപെട്ടെന്ന് പറഞ്ഞതിന്റെ ആശയം, ആ സഭയ്ക്ക് മനസ്സിലായി നീയല്ല തെറ്റുകാരൻ, വിരോധമായി കൈ ചൂണ്ടിയവനാണ് തെറ്റുകാരൻ എന്ന് ആർക്ക് ബോധ്യം വന്നു? സഭയ്ക്ക് ബോധ്യം വന്നു. സഭ മുഴുവനും പൗലോസിന്റെ അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്തവനെതിരെ തിരിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി അവനാണ് തെറ്റുകാരൻ. അവന് വിരോധമായി കൈ ചൂണ്ടിയിരിക്കുമ്പം പൗലോസ് 2-ാം ലേഖനം എഴുതുകയാണ്, പ്രിയമുള്ളവരെ, ഇനി അവനെ ദുഃഖിപ്പിക്കരുത്. ഇനി അവനെ, നിങ്ങൾ ആ പൗലോസിന്റെ മനസ്സിനെ നോക്കിയേ. തന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തവൻ, തന്റെ അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്തവൻ, തന്റെ മേൽ ദൈവം പകർന്ന നിയോഗങ്ങളെയും മഹത്വത്തെയും ചോദ്യം ചെയ്തവൻ, അവന്റെ മുമ്പിൽ ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയപ്പം ഇപ്പോൾ പൗലോസ് പറയുക, കുറച്ചുകൂടെ അവനെ കുറ്റം പറയാനല്ല, കുറച്ചുകൂടെ അവനെ മാറ്റി നിർത്താനല്ല, ഇനി അവനെ സഭയ്ക്കകത്ത് കയറ്റരുതെന്നല്ല, പിന്നെ ഇനി അവൻ എന്ത് ചെയ്യരുത്. കേൾക്കുന്നുണ്ടോ? ആ മനസ്സ്, അതിന്റെ മാഹാത്മ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ട മനസ്സ് അതാണ്. ഒരു ബലഹീനത വന്നുപോയെന്ന് പറഞ്ഞ, കുറവ് വന്നുപോയെന്ന് പറഞ്ഞ, തെറ്റുകാരനാണെന്ന് പറഞ്ഞ് എന്നേക്കുമായി മാറ്റി നിർത്താൻ ദൈവം നമ്മോട് അനുവാദപ്പെടുന്നില്ല. അവനെ മടക്കി കൊണ്ടുവരുവാൻ ആവോളം നമ്മിലൊരു ശുശ്രൂഷയുണ്ട്, നമ്മിലൊരു നിയോഗമുണ്ട്. നമ്മൾ കഴിയുന്നതോടൊപ്പം പറയേണ്ടുന്നത് പോലെ അതരങ്ങൾ തുറന്നാൽ ദുഃഖിപ്പിച്ചവനെ മടക്കി കൊണ്ടുവന്ന നീതി വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ദുഃഖം മതി, ഇനി അവനെ ദുഃഖിപ്പിക്കരുത്. ബാക്കി കാര്യങ്ങൾ ഞാൻ വന്നിട്ട് ക്രമീകരിക്കും. ഇനി മറ്റൊരു വശം, ഈ ചോദ്യം ചെയ്തവന്റെ മുമ്പാകെ ദൈവം തനിക്ക് അടയാളമാക്കി ചില കാര്യങ്ങൾ ചെയ്തു. തനിക്ക് ആരാ ശുശ്രൂഷയ്ക്ക് അവനെ വിളിച്ചെന്ന്, പൗലോസിനെ തിരഞ്ഞെടുത്തത് ആരാന്ന് ദൈവം തെളിയിച്ചു. എന്താ ദൈവം തെളിയിച്ചതെന്ന് അറിയാമോ? അവൻ 9-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 9-ന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. 9-ന്റെ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിന് എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു. 9-ന്റെ 2-ാം വാക്യം പറയുന്നു, കർത്താവിൽ എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ അത് ദൈവം തന്ന മഹത്വമാണെന്നതിന്റെ തെളിവ് നിങ്ങളാണ്. മുദ്രയാക്കി ദൈവം അവന് വേണ്ടി അടയാളം വെളിപ്പെടുത്തിയെങ്കിൽ ഈ പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകളിൽ നിന്ന് അടയാളങ്ങൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ സഹായം വ്യർത്ഥമാണ്, മനുഷ്യന്റെ വാക്കുകൾ വ്യർത്ഥമാണ്. നമുക്ക് വേണ്ടി ദൈവം അതരം തുറന്നാൽ, ദൈവം കിളിവാതിലുകളെ തുറന്നാൽ, ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ആ പ്രവർത്തികളെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. ആ ഭാഗത്തുനിന്ന് മടങ്ങി വരുന്നു. അപ്പോൾ നമ്മുടെ ചിന്ത, പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. നോട്ടത്തെ കുറിച്ചാണ്. നോക്കണം. ആരെ നോക്കണം? വിളിയെ നോക്കണം. നമ്മെ വിളിച്ച കർത്താവിനെ നോക്കണം. വേദപുസ്തകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുമ്പോൾ നോട്ടത്തെ കുറിച്ച്, നോക്കുക എന്നുള്ള ആ വിഷയത്തെ കുറിച്ച് ഒത്തിരി ഭാഗങ്ങളെ കാണാൻ പറ്റും. ഞാൻ ആ വിഷയത്തെ, നോക്കുക എന്നുള്ള പദപ്രയോഗത്തെ 2ആയിട്ട് തിരിക്കുകയാണ്. 1 ദൈവത്തിന്റെ നോട്ടം, 2 നമ്മുടെ നോട്ടം, നാം നോക്കേണ്ടുന്ന മേഖലയും നമ്മെ നോക്കുന്ന ദൈവത്തിന്റെ നോട്ടവും. ഒന്നാമത്തെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ നോട്ടം. നാം ആരെയാ നോക്കേണ്ടേ? ഒരിക്കലും മനുഷ്യരെ നോക്കരുത്. ആ നോട്ടം പരാജയത്തിന് കാരണമാണ്. പൗലോസ് എബ്രായ ലേഖനം 12-ന്റെ പ്രാരംഭ വാക്യങ്ങളിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ആരെ നോക്കണം? നമ്മെ വിളിച്ച കർത്താവിനെയാണ് നാം നോക്കേണ്ടത്. നമ്മുടെ നോട്ടം മാറിപ്പോകരുത്, ബലഹീനപ്പെട്ടു പോകരുത്. പഴയ നിയമത്തിന്റെ ഏടുകൾ പരിശോധിച്ചു നോക്കിയേ.
വിശ്വാസികളുടെ പിതാവെന്ന സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു, വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തത്തിന്റെ തീഷ്ണതയാൽ അദ്ദേഹം പുറത്തിറങ്ങിയാണ്. 75-ാം വയസ്സിൽ കേട്ട വാഗ്ദത്തം 80, 85, 90, 95 ആയിട്ടും വാഗ്ദത്തം നിറവേറിയില്ല. 24, 25 വർഷം അതിനായി കാത്തിരുന്നു. വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം കാണാൻ പറ്റിയില്ല. ആ 14, 15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 14-ാം അധ്യായത്തിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഇവനുമായി അബ്രഹാമുമായി ചേർന്ന് നിന്ന ലോത്ത് വഴിമാറി, ലോത്ത് വിട്ടുപോയി. അവൻ പോയി പാർത്ത പട്ടണത്തിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമുണ്ടായ പക്ഷം ആ ശത്രുക്കൾ ലോത്തിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. ഇവൻ പിന്മാറിപ്പോയവനാണ്, ഇവൻ മാറിപ്പോയതവനാണെന്ന് വിചാരിച്ച് അബ്രഹാം മാറി നിന്നില്ല. ആ പോയവനെ പിടിച്ചുകൊണ്ടുവരുവാൻ തന്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളുമായിട്ട് അബ്രഹാം പോയി യുദ്ധത്തിൽ വിജയിച്ചിട്ട് മടങ്ങി വരികയാണ്. എന്നെ കേൾക്കണേ, മടങ്ങി വരുന്ന സമയത്ത് ആ രാജാവ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് സമ്പത്ത് തരാം, ഞാൻ നിനക്ക് ദശാംശം തരാം, ഞാൻ നിനക്ക് ഇന്ന കാര്യങ്ങളെ തരാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രഹാം തലയുയർത്തി പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ സമ്പത്തൊന്നും വേണ്ട, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചു എന്ന് വരാതിരിപ്പാൻ നിങ്ങളുടെ യാതൊരു കാര്യങ്ങളും എനിക്ക് വേണ്ട, നിങ്ങളുടെ യാതൊരു റിവാർഡും എനിക്ക് വേണ്ട, നിങ്ങളുടെ പ്രതിഫലം ഒന്നും എനിക്ക് വേണ്ട. ഇത് നല്ലതുപോലെ ശബ്ദമുയർത്തി പറഞ്ഞിട്ട് ഇദ്ദേഹം നേരെ കൂടാരത്തിലേക്ക് വന്നു. കൂടാരത്തിൽ വന്നു, 15-ാം അധ്യായമാണ്. കൂടാരത്തിൽ വന്ന് കുറച്ചു നേരം വിശ്രമിച്ചപ്പോഴാണ് ഒരു തോന്നൽ, ഷടാ അങ്ങനെ എന്തേലും ഒക്കെ ചെറുത് അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുക, ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിന്റെ മഹത്തായ ഈ പ്രതിഫലം എന്ന വാക്ക് ദൈവം അവിടെ പറയണമെങ്കിൽ എന്ത് ചിന്ത അദ്ദേഹത്തിൽ വന്നിട്ടുണ്ട്? 14-ാം അധ്യായം അവസാന ഭാഗം എന്ന് പറയുന്നത് യുദ്ധം കഴിഞ്ഞ് റിവാർഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്, പ്രതിഫലം വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. വീട്ടിൽ വന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത്, എന്തേലും ഒന്ന് മേടിക്കേണ്ടതായിരുന്നു, എന്തേലൊക്കെ കൊണ്ടുവരേണ്ടതായിരുന്നു. വീട്ടിനകത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഭയപ്പെടണ്ട, ഞാനാണ് നിന്റെ റിവാർഡ്, ഞാനാണ് നിന്റെ പ്രതിഫലം, ഞാനാണ് നിന്റെ ഉത്തരം, ഞാനാണ് നിന്റെ വിടുതൽ. ഈ പ്രതിഫലം എന്ന് കേട്ടപ്പം അബ്രഹാം തലപൊക്കി ദൈവത്തെ നോക്കിയിട്ട് ചോദിച്ചു, എന്റെ പൊന്ന് കർത്താവേ, എനിക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ സമ്പത്തിനൊക്കെ അവകാശിയാകാൻ പോകുന്നത് എന്റെ ദാസനായ എലിയാസറാണ്. അതുകൊണ്ട് എന്തോ പ്രതിഫലം എന്നാണ് ഈ പറയുന്നത്, എന്തോ റിവാർഡാണ്. ഉടനെ ദൈവം പറഞ്ഞു, ഇങ്ങി വന്നേ, പുറത്തേക്ക് ഇറക്കി. ആമേൻ. പുറത്തേക്ക് ഇറക്കിയിട്ട് ദൈവം പറഞ്ഞു, നീ ആകാശത്ത് നോക്കിയേ. എവിടേക്ക് നോക്കണം? ഞാൻ ആ നോട്ടത്തെ കുറിച്ച് പറയാ, എന്നെ കേൾക്കണേ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ എവിടെ നോക്കണം? ആകാശത്തേക്ക്. ഞാൻ ആ പദത്തെ ഇങ്ങനെ പറയും, മോനെ, നീ വാഗ്ദത്തങ്ങളിലേക്ക്. നമ്മുടെ നോട്ടം മനുഷ്യന്റെ മുഖത്തേക്കല്ല, എന്തെങ്കിലും ഭൗതികമായ റിവാർഡിലേക്കല്ല, പ്രതിഫലങ്ങളിലേക്കല്ല, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം. അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുന്നുണ്ടോ? അവൻ എണ്ണി 1, 2, 3, 10 ഇവിടെ എണ്ണിയപ്പോൾ 25 അപ്പുറത്ത്, അവിടെയും എണ്ണി കഴിഞ്ഞപ്പോൾ 30 അപ്പുറത്ത് എണ്ണി. വല്ലാതെ ഇടപാട് തീർന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇതിനെ എണ്ണാനൊന്നും കഴിയത്തില്ല. ദൈവം പറഞ്ഞു, ഇതുപോലെ ഞാൻ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും, ഇതുപോലെ ഞാൻ നിനക്ക് പ്രതിഫലം ഉളവാക്കും, ഇതുപോലെ ഞാൻ നിനക്ക് റിവാർഡായിരിക്കും, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലമാണ്. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം, ശൂന്യതകളിലേക്കല്ല, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുന്ന ദൈവമക്കളോട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രതികൂലങ്ങൾ എത്ര കരകവിഞ്ഞ് വന്നെന്നാലും വാഗ്ദത്തങ്ങൾ തലമേലുണ്ടെങ്കിൽ രാജ്യങ്ങളിലേക്ക് നോക്കണ്ട, ആ വാഗ്ദത്തങ്ങളിലേക്ക് ദീർഘമായി കണ്ണുയർത്തി നോക്ക്. വകയുണ്ട്. അവൻ തലമുറകളുടെ മേൽ വരുന്ന ഭാരങ്ങളെ ഓർത്ത് പ്രയാസപ്പെട്ടിരിക്കാതെ, ശൂന്യതകളെ ഓർത്ത് പ്രയാസപ്പെട്ടിരിക്കാതെ, അവരോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിലേക്ക് നോക്ക്. കുടുംബത്തിന്റെ പരാജയങ്ങളെ ഓർത്ത് വ്യസനിച്ചിരിക്കാതെ, കുടുംബത്തിന്റെ അവസ്ഥകളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ, ഈ മകൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ദൈവം തന്ന പ്രോമിസിനെ നോക്ക്, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നോക്ക്, ദൈവം പറഞ്ഞ ആലോചനകളെ. കഷ്ടതകളുടെ നടുവിൽ
സങ്കടപ്പെട്ടിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല പ്രിയരെ. വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു യോഗം കഴിഞ്ഞപ്പോൾ, ഈ 2 ദിവസം മുമ്പ് ഒരു യോഗം കഴിഞ്ഞപ്പോൾ, ഒരു അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് പറഞ്ഞു, വർഷങ്ങൾക്ക് പുറകിൽ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പറിച്ചു കളയാൻ തക്കവണ്ണം ശത്രു പദ്ധതികൾ ഒരുക്കിയതാണ്. ദൈവം അവിടെ നിന്ന് വിടുവിച്ചു, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുവാൻ തക്കവണ്ണം നിർത്തിയിരിക്കുകയാണ്. ഞാനത് പറഞ്ഞപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് കരഞ്ഞു. ഒരു 5 മിനിറ്റോളം കരഞ്ഞ കണ്ണീർ തുടച്ചിട്ട് അദ്ദേഹം തന്റെ ഫോൺ എടുത്തിട്ട് എന്നെ ചില പിക്ചേഴ്സ് കാണിച്ചു. ആ ഫോട്ടോ ഇങ്ങനെയാണ്. ഒരു വലിയ കാറ്, ആ കാർ 4 ടയറും മുകളിലേക്ക് ഇരിക്കുകയാണ്. ബോഡി ഫുള്ള് തകർന്ന് ആ 4 ടയറും മീതെ ഇരിക്കുക, കാർ മറിഞ്ഞു കിടക്കുക. അദ്ദേഹം പറഞ്ഞു, ഈ കാറിൽ ഞാൻ സഞ്ചരിച്ചതാണ്. ഈ ആക്സിഡന്റ് പറ്റി ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവനോടില്ല എന്ന് ചിന്തിക്കും. ആ നിലവാരത്തിൽ ഉണ്ടായ പറിച്ചു കളയുന്നത് പോലുള്ള അനുഭവം. എന്നാൽ ഒരു പോറല് പോലും പറ്റാതെ തന്നെ സംരക്ഷിച്ചൊരു ദൈവം, ഒരു സ്ക്രാച്ച് പോലും പറ്റാതെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വാഗ്ദത്തങ്ങൾ തലമേലുണ്ടെങ്കിൽ, ആലോചന തലമേലുണ്ടെങ്കിൽ, ശത്രു എത്ര പറിച്ചു കളയാൻ നോക്കിയാലും ദൈവം അതിന് വിട്ടുകൊടുക്കത്തില്ല. ലോക സാഹചര്യങ്ങൾ ഏറി വരുമ്പോഴും, കഷ്ടതകൾ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും അതിന്റെ മുമ്പിൽ പതറി നിൽക്കാതെ ശബ്ദമുയർത്തി പറയണം, ഇല്ലില്ല, ഈ രോഗം എന്നെ തീർക്കത്തില്ല, ഈ പ്രശ്നം എന്നെ തീർക്കത്തില്ല, ഈ പരാജയങ്ങൾ എന്നെ മുക്കിക്കളയത്തില്ല. കാരണം എന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറപ്പെട്ടിട്ടില്ല, എന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തിയായിട്ടില്ല. ശബ്ദമുയർത്തി അവൻ വിശ്വാസത്തോടെ പ്രതികരണങ്ങൾ ദൈവത്തെ ചലിപ്പിക്കുന്നതാകട്ടെ. നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തെ ചലിപ്പിക്കുന്നതാകണം. ഞാൻ പലപ്പോഴും എന്റെ മെസ്സേജ് പറയാറുള്ള കാര്യമാണ്, നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തെ മടിപ്പിക്കരുത്. നമ്മുടെ വാക്കുകൾ ദൈവത്തെ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മുടെ വാക്കുകൾ ദൈവത്തെ ചലനമറ്റതാക്കരുത്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവം എഴുന്നേക്കണം. നമ്മുടെ സ്തോത്രം സ്തുതികൾ കേൾക്കുമ്പോൾ ദൈവം എഴുന്നേക്കണം. നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ ദൈവം എഴുന്നേക്കണം. നമ്മുടെ ആരാധന കേൾക്കുമ്പോൾ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ആരാധന കേൾക്കുമ്പോൾ ദൈവം. ഇന്നത്തെ ആത്മസമൂഹത്തിലേക്ക് നോക്കിയേ, നമ്മുടെ ആരാധന കേൾക്കുമ്പോൾ ദൈവം എഴുന്നേക്കാറുണ്ടോ? നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ ദൈവം എഴുന്നേക്കാറുണ്ടോ? ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ആത്മസമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ ആ വരികളെ ഒന്ന് ധ്യാനിക്കണം. അതിനകത്തുള്ള ദൂതുകൾ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി. എന്നാൽ പലർക്കും ഇന്ന് ധ്യാനിക്കാൻ പോലും എന്തില്ല. ഇടയ്ക്ക് ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. 2 ദിവസത്തെ മീറ്റിംഗാ, നാട്ടിലാ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണ്. ദേവാസന്റെ കെയർ ഓഫിൽ ഒരു ഭവനത്തിൽ താമസിക്കുക. അവിടുത്തെ അച്ഛനുണ്ട്, അമ്മാമയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മേശയിലേക്ക് വരുന്ന സമയത്ത്, രാവിലെ എഴുന്നേറ്റപ്പോൾ വെളുപ്പിന് ഒരു 5-5:30 മണിയായപ്പോൾ കിച്ചണിൽ നിന്ന് അമ്മാമ്മ പാടുന്നത് കേട്ടു. നല്ലൊരു പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷെ പാട്ടിന് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. ഈ ടേബിളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മമ്മയോട് പറഞ്ഞു, പാട്ട് നല്ലതായിരുന്നു, പക്ഷെ സ്പീഡ് ഇച്ചിരി കൂടിപ്പോയി. ഉടനെ അമ്മ പറഞ്ഞു, ദൈവാസനെ ഞാനത് ആലോചിച്ചും ശ്രദ്ധിച്ചു ഒന്നും അല്ല പാടിയ. പിന്നെ ഞാൻ ഈ കുക്കിങ്ങിൽ പണ്ടേ പുറകോട്ടായിരുന്നു. മുട്ട എത്ര സമയം കൊണ്ട് വെന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ മുട്ട എത്ര സമയം കൊണ്ട് പുഴുങ്ങി കിട്ടും? ഉടനെ അമ്മ പറഞ്ഞ ഐഡിയ ആണ്, ഈ പാട്ട് 4 പ്രാവശ്യം 4 വരി പാടുമ്പോ എന്തിനാ പാടിയേ? മുട്ട പുഴുങ്ങാൻ വരെ പാട്ട്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ സ്തുതികൾ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും ശ്രദ്ധയുള്ളതുമായിരിക്കണം. ഓരോ വാക്കുകൾക്കകത്തും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള, ദൈവം നമ്മോട് പറയുന്ന ആലോചനകളുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നീ നിന്റെ ശൂന്യമായ അവസ്ഥകളിലേക്ക് നോക്കാതെ, നിന്റെ നിരാശകളിലേക്ക് നോക്കാതെ, ഹൃദയം പറയുന്ന, മനസാക്ഷി പറയുന്ന ഇല്ലായ്മകളിലേക്ക് നോക്കാതെ നീ എങ്ങോട്ട് നോക്കണം? നമ്പർ 1, നമ്മുടെ നോട്ടം വാഗ്ദത്തങ്ങളിലേക്കായിരിക്കണം. ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 1, നമ്മുടെ നോട്ടം വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവാലോചനകളിലേക്ക് നോക്കാൻ തയ്യാറാകണം. ഇനി 2, നാം ദൈവമുഖത്തേക്ക് നോക്കണം. എവിടെ നോക്കണം? 1, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം. 2, ആരോപണങ്ങളും എതിർപ്പുകളും കല്ലേറും വരുമ്പം എങ്ങോട്ട് നോക്കണം? അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ തന്റെ സ്വന്തം താല്പര്യപ്രകാരമല്ല, ദൈവത്തിന്റെ നിയോഗം വെളിപ്പെട്ടു എന്നൊരൊറ്റ കാരണത്താൽ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ, മേശമേൽ ശുശ്രൂഷിക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ പ്രഥമൻ.
അനുഗ്രഹീതനായ മനുഷ്യൻ ശുശ്രൂഷയ്ക്ക് കയറി മേശമേൽ ശുശ്രൂഷിക്കേണ്ട ശുശ്രൂഷ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനപ്പുറത്ത് ദൈവം തന്നെ ഏൽപ്പിച്ച് അനുഗ്രഹീതമായ ശുശ്രൂഷ ഭക്തനിലൂടെ നടക്കുകയാണ്. നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, കൈവെപ്പിലൂടെ രോഗികൾ സൗഖ്യമാകുന്നു, വാക്കുകളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു. തന്റെ അസാധാരണമായ ശുശ്രൂഷകൾ കണ്ടപ്പോൾ കണ്ട പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. വിരോധികൾ വർദ്ധിച്ചു. ഞാനൊരു കാര്യം ദൈവമക്കളോട് കൈമാറാം. വിരോധികൾ വർദ്ധിക്കാൻ തിന്മ ചെയ്യണമെന്ന് നിർബന്ധം. ശത്രുക്കൾ എഴുന്നേൽക്കാൻ തിന്മ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദൈവം നമ്മുടെ മേൽ ഒരു അസാധാരണ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശത്രുക്കൾ എഴുന്നേൽക്കും. ദൈവം നമ്മുടെ മേൽ ഒരു മഹത്വപൂർണമായ നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നും നിസ്സംശയം പറയാം, ശത്രുക്കൾ നമുക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കും. അതിന്റെ മുമ്പിൽ തല കുഞ്ഞി നിൽക്കേണ്ട, തല ഉയർത്തി പറ, എന്റെ ദൈവം നൽകിയിരിക്കുന്ന മഹത്വത്തിലേക്ക്, എന്റെ ദൈവം നൽകിയിരിക്കുന്ന ആ വിശ്വസ്തതകളിലേക്ക് ഞാൻ കയറി നിൽക്കും. സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ അസാധാരണമായ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ശക്തമായി ശുശ്രൂഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വിരോധികൾ അദ്ദേഹത്തിന് വിരോധമായി എഴുന്നേറ്റു. അപ്പോസ്തല പ്രവൃത്തി 6-7 അധ്യായങ്ങൾക്കകത്ത് വായിക്കുമ്പോൾ ഒരു പദപ്രയോഗമുണ്ട്. അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ശക്തിയോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നലകളിൽ കഴിഞ്ഞില്ല, ഇനിയൊട്ട് കഴിയത്തുമില്ലെന്ന് ഞാൻ ദൈവമക്കളോട് കൈമാറുക. ശത്രുക്കൾ എത്ര തന്നെ വാടാകോരി എഴുന്നേറ്റാലും ഇന്ന് വരെ നമ്മെ ജയിക്കാൻ കഴിയത്തില്ല. ശത്രുക്കൾ ചുറ്റുമായി എഴുന്നേറ്റു. അവനെ കല്ലെറിയുന്ന സമയത്ത്, ഞാൻ ആ ഭാഗം പറഞ്ഞു മടങ്ങി വരിക, കല്ലെറിയാൻ വേണ്ടി കല്ലോങ്ങി നിൽക്കുന്ന സമയത്ത് ആരണ്ടൊക്കെ എറിഞ്ഞെന്ന് ചിന്തിക്കുക. ആ കല്ലൊക്കെ നെറ്റിയിൽ കൊണ്ട്, മുഖത്തുകൊണ്ട്, ശരീരത്തിൽ കൊണ്ട്, വേദന കൊണ്ട് പുളകിതനായി അവൻ ആ മനുഷ്യൻ നേരെ ഒരു നോട്ടം സ്വർഗത്തിലേക്ക് നോക്കി. എങ്ങോട്ട് നോക്കി? എറിഞ്ഞവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയെന്നല്ല, കല്ലുമായി നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ദയനീയമായി നോക്കിയെന്നല്ല, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവരുടെ കൈകളിലേക്ക് സഹതാപത്തോട് നോക്കിയെന്നല്ല. ആ കല്ലുകൾ തന്റെ നേരെ വന്നിട്ടും ആ വേദന കൊണ്ട് നിറഞ്ഞിട്ടും ആമൻ ആ പ്രയാസങ്ങൾക്ക് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് അദ്ദേഹം കണ്ണുയർത്തി ദൈവത്തിന്റെ മുഖത്തേക്ക്, സ്വർഗത്തിലേക്ക് നോക്കി. അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് തന്നെ എതിരേക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന വിശ്വസിക്കുന്നവരാണ്. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ പ്രിയരെ, കല്ലെറിയാൻ കല്ലുമായി നിൽക്കുന്ന രൂക്ഷമായ കൈകളിലേക്ക് നോക്കരുത്. നിങ്ങൾ ദയനീയമായി എത്ര തന്നെ സഹതാപത്തോടെ നോക്കിയാലും, എത്ര തന്നെ ദയനീയ ഭാവത്തിൽ നോക്കിയാലും അവർ കല്ലേറ് നിർത്തത്തില്ല. നിങ്ങൾ എത്ര തന്നെ ആ കരങ്ങളിലേക്ക് നോക്കി വ്യാകുലപ്പെട്ടാലും അവർ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി നിൽക്കത്തില്ല. അവർ കല്ലെറിയുക തന്നെ ചെയ്യും, അവർ ഉപദ്രവിക്കുക തന്നെ ചെയ്യും, അവർ ഒരുപിടി ആരോപണങ്ങളെ വലിച്ചെറിയുക തന്നെ ചെയ്യും, അവർ ചോദ്യചിഹ്നങ്ങൾ ശരവേഗത്തിൽ കൊടുത്തുവിടുക തന്നെ ചെയ്യും. ആമൻ അവരുടെ കരങ്ങളിലേക്ക് നോക്കാതെ വിളിച്ച നാഥന്റെ മുഖത്തേക്ക് നോക്ക്, ഇതുവരെയും കൊണ്ടുവന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. അങ്ങോട്ട് നോക്കിയാൽ എന്താ പ്രത്യേകത എന്നറിയാമോ? സാധാരണ ഞാൻ ആ കല്ലുമായി നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, സാധാരണ നിങ്ങൾ കാണാറുള്ള പതിവ് എന്താണ്? അവരെന്നോട് പറഞ്ഞ കാര്യം, സാധാരണ കാണാറുള്ള പതിവ് കല്ലേറുകൊള്ളുമ്പം അവൻ ദയനീയമായി അവരെ നോക്കുന്ന പലരെയുമാണ് കണ്ടു പതിവായിട്ടുള്ളത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വിഷമ ആമൻ ഭാവത്തിൽ, മുഖം പാടി വല്ലാത്ത ആമൻ ഭാവത്തിൽ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയപ്പം അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിച്ചെന്നാണ്. അദ്ദേഹത്തിന്റെ മുഖം ഒരു ദൈവദൂതന്റെ ഹലോ. ആ ചുറ്റും നിൽക്കുന്നവർ പരസ്പരം പറയുക, ഇവൻ സാധാരണക്കാരനല്ല. ഇന്നലകളിൽ നമ്മൾ കണ്ടതുപോലെ കുറ്റവാളികളെ പോലെയല്ല, ഇന്നലകളിൽ കല്ലെറിഞ്ഞ തടവുകാരെ പോലെയല്ല, ഇന്നലകളിൽ ആരോപണം ഉന്നയിച്ചു വിട്ട് ആ മനുഷ്യരെ പോലെയല്ല. ഇവന്റെ ത്വക്കിനെന്തോ പ്രത്യേകതയുണ്ട്, ഇവന്റെ മുഖത്തിനെന്തോ പ്രത്യേകതയുണ്ട്, ഇവന്റെ ശിരസിന്റെ മേൽ വെളിപ്പെടുത്തൊരു തേജസ്സുണ്ട്. ഈ നമ്മെ കുറിച്ച് മറ്റുള്ളവർ അത് പറയുന്ന നിലവാരത്തിൽ, വിരോധികൾ നിന്നെ കുറിച്ച് പറയുന്ന നിലവാരത്തിൽ നമ്മുടെ ത്വക്ക് പ്രകാശിക്കട്ടെ. ഒരു ദൈവദൂതന്റെ മുഖം പോലെ. ഹല്ലേലൂയ. പ്രതിസന്ധികളേറി വന്നിട്ടുണ്ടോ? ഭാരങ്ങളേറി വന്നിട്ടുണ്ടോ? ദൈവമുഖത്തേക്കും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിലേക്കും നോക്കണം. ഞങ്ങളുടെ ഭവനം അവൻ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി യാത്ര തുടർന്നവരാണ്. എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനാണ്, ഒരു പാസ്റ്ററാണ്. വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ അനിയന് ജന്മം നൽകി. ആ സമയത്ത് എൻ്റെ മാതാവിന് കാലിൽ അസ്ഥി തേയ്മാനം എന്ന രോഗം വന്നു. അസ്ഥി ദ്രവിച്ചുപോയി. തലസ്ഥാനത്ത് വർഷങ്ങൾക്ക് പുറകിൽ അസ്ഥി ദ്രവിച്ച സ്ഥലത്ത് കമ്പി ഇട്ടു. ഒന്നാമത് ഓപ്പറേഷൻ ചെയ്തു. കമ്പി അതിനകത്ത് കിടക്കുന്നില്ല, പുറത്തേക്ക് ചാടിക്കൊണ്ടിരുന്നു.
രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തു, 3, 4 ഓപ്പറേഷൻ ചെയ്തിട്ടും അകത്ത് അസ്ഥിക്ക് പകരമിട്ട കമ്പി കിടക്കുന്നില്ല, അത് ബഡ്ജായിക്കൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആ 4 ട്രീറ്റ്മെന്റിനോടുള്ള ബന്ധത്തിൽ സകലതും നഷ്ടപ്പെട്ടു. ഭവനം നഷ്ടപ്പെട്ട്, ആടുമാടുകൾ നഷ്ടപ്പെട്ട്, സകല സമ്പത്ത് നഷ്ടപ്പെട്ട്, ആടുമാടുകളെ വളർത്തിയിരുന്ന തൊഴുത്തിനകത്ത് താമസമായി. തൊഴുത്തിനകത്ത് താമസിക്കുന്ന സമയത്ത് ഒത്തിരി നിന്ദകൾ കേൾക്കേണ്ടി വന്നു, ഭാരങ്ങൾ കേൾക്കേണ്ടി വന്നു. അനേകർ പറഞ്ഞു, ഇതൊക്കെ പ്രാർത്ഥനയൊക്കെ വിട്ടിട്ട് മറ്റു പല കാര്യങ്ങളെങ്കിലും വേറെ വഴികളിലേക്ക് പോകാൻ പറഞ്ഞു. അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞ വാക്ക് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുക, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, എൻ്റെ ദൈവം ജീവിക്കുന്നവനാണ്. ഞാൻ ആ വേഗത്തിൽ പറഞ്ഞു വിടുക. ആ 4ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിനകത്തായിരിക്കുമ്പോൾ, ആ തൊഴുത്തിനകത്തായിരിക്കുമ്പോൾ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുക. ആ 3ാമത്തെ ദിവസം പ്രാർത്ഥിക്കാമെന്ന് ദൈവദാസൻ പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിക്കാം, അത്ഭുതം ദൈവം ചെയ്യും, ഈ പകൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12 മണി കഴിഞ്ഞ ആ സമയത്ത്, മധ്യാഹ്ന സമയത്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ദൈവാത്മ പ്രേരണയാൽ ചോദിച്ചു, ആദ്യത്തെ പ്രശ്നം എന്താ? ഞങ്ങൾ പിതാവ് പറഞ്ഞു, കാലിൽ ഓപ്പറേഷൻ ചെയ്ത ആ സമയത്ത് ഡോക്ടർമാര് മുട്ട് തുറന്ന് വെയിറ്റ് ഇട്ടിരുന്നു. ആ വെയിറ്റിന്റെ വേദനയും ഈ ഓപ്പറേഷൻ ചെയ്ത വേദനയും കാരണം മാതാവ് വെയിറ്റ് ഇടത്തില്ല, വെയിറ്റ് കട്ടിലിൽ മേൽ എടുത്തു വെക്കും. അതുകൊണ്ട് കാല് 2.25 ഇഞ്ച് നീളം കുറഞ്ഞുപോയി. ആദ്യത്തെ കാര്യം ഇതാണ്, ഒരു ബൈൻഡിൽ ചവിട്ടിയാൽ ഒരു കാല് ചവിട്ടും, ഒരു കാല് ചവിട്ടത്തില്ല. ഇതാണ് ആദ്യത്തെ പ്രശ്നം. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, ഒരു അരമണിക്കൂറോളം ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു ശക്തമായ ആത്മസാന്നിധ്യം വെളിപ്പെട്ടു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പ്രിയരെ, കാല് 2.25 ഇഞ്ച് കാല് നീളം വർദ്ധിച്ചതായി. ഈ പകൽ ഞാൻ വിശ്വാസത്തോടെ പറയാം, ഒരു കിഴവിക്കതയല്ലേ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ആ അത്ഭുതം കണ്ടപ്പോൾ വിശ്വാസം വർദ്ധിച്ചു. അടുത്ത് ചോദിച്ചു, ഇനി എന്താ അടുത്ത വിഷയം? അവൻ മറ്റേ കാലം മരവിച്ചിരിക്കുകയാണ്. ദീർഘവർഷങ്ങൾ ഒരേ കിടപ്പ്, ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരേ കിടപ്പായതുകൊണ്ട് മറ്റേ കാലിൽ മരവിച്ചിരിക്കുന്ന അനുഭവം. കാലനങ്ങുന്നില്ല, കാലിനകത്ത് ബ്ലഡ് ഓട്ടമില്ല. ഇത് 2ാമത്തെ വിഷയം. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിച്ചു. ആ കാലിനകത്തും ചലനം ഉണ്ടായത് കണ്ടു, ചലിച്ചത് കണ്ടു. വിശ്വാസം വർദ്ധിച്ചപ്പോൾ പിതാവിന് ഒരു തോന്നൽ, ഒരു വെളിപ്പാടുണ്ടായി. ദൈവത്തിന് അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയും. ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ പിറ്റേന്ന് ഓർത്തോ വിഭാഗത്തിൽ ഹോസ്പിറ്റലിൽ മാതാവും പിതാവും കൂടെ ചെന്നു. പോയിട്ട് പിതാവ് ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഈ 4 ഓപ്പറേഷൻ ചെയ്തിട്ട് നടന്നില്ലല്ലോ, നിങ്ങൾ ഇട്ടിരിക്കുന്ന കമ്പി എടുത്ത് മാറ്റിയതാ, എന്റെ ദൈവം അത്ഭുതം ചെയ്യും. അതൊരു ക്രിസ്ത്യൻ ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കമ്പി കിടന്നാലും ദൈവം പ്രവർത്തിക്കും. പിതാവ് പറഞ്ഞു, ഇല്ലില്ല, ലാസറിനെ കല്ലറക്കിൽ വെച്ചിരുന്നപ്പം കർത്താവ് പറഞ്ഞത്, ആര് കല്ല് വെച്ചോ അവര്, അതുകൊണ്ട് നിങ്ങൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ എടുത്ത് മാറ്റി തരണം. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങളെ ആരോ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പിടുത്തമില്ലാതെ, കമ്പിയുമില്ല, അസ്ഥിയുമില്ലാതെ ഈ വ്യക്തി എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ? ആ കാലിന് നിൽക്കാൻ ഒരു ബലം വേണ്ടേ, ഒരു സപ്പോർട്ട് വേണ്ടേ? അതുകൊണ്ട് ഈ കമ്പി എടുത്തു കഴിഞ്ഞാൽ ആയുഷ്കാലം ഈ വ്യക്തി ബെഡിലായിരിക്കും, എഴുന്നേക്കത്തില്ല. പിതാവ് ഉറപ്പോടെ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എടുത്തേ തന്നെ മതിയാകൂ, എന്റെ ദൈവം അത്ഭുതം ചെയ്യും. അവസാനം നിർബന്ധം സഹിക്കവയ്യാതെ അവരൊരു വെള്ള പേപ്പർ എടുത്ത് അതിലിങ്ങനെ എഴുതി, ഈ കമ്പി എടുക്കുന്നത് ഇവരുടെ നിർബന്ധ പ്രകാരമാണ്. ഈ കമ്പി എടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി ആയുഷ്കാലം ബെഡിലായിരിക്കും, ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കത്തില്ല. ഇത് ഡോക്ടേഴ്സിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അവർ രേഖ എഴുതി കൊടുത്തു. ഈ രേഖ കയ്യിൽ കിട്ടി കണ്ണുനീരോടെ ഇരിക്കുന്ന പിതാവിൽ ഒരു ശബ്ദം പിന്നെയും കേട്ടു, ഞാൻ ജീവനുള്ള ദൈവം, വാഗ്ദത്തങ്ങളുടെ ദൈവം. അതിൽ വിശ്വസിച്ചു. ആ 5ാമത് അവിടെ ഓപ്പറേഷൻ ചെയ്ത് കമ്പി എടുത്തു, ഭവനത്തിലേക്ക് വിട്ടു. ആ ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, തൊഴുത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഉപവാസങ്ങൾ പിന്നെയും ക്രമീകരിച്ചു. 7 ഉപവാസങ്ങൾ നടക്കുകയാണ്. 3ാം മാസം പ്രാരംഭ ആഴ്ചയിൽ, 3ാമത്തെ മാസം ആദ്യത്തെ ആഴ്ചയിൽ പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ കാലിൽ പിന്നെയും ചലനമുണ്ടായി. കമ്പി എടുത്തു കളഞ്ഞ ആ കാലിൽ ചലനമുണ്ടായി. പതിയെ ഒരു ചുവട് വെച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു പോകുന്നത് പോലെ വീണു പോകുന്നില്ല. 2ാമത്തെ ചുവട് വെച്ചു, കാലിൽ എന്തോ ഒരു ബലം പോലെ. 3ാമത്തെ ചുവട് വെച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞ വാക്ക് പെട്ടെന്നോർത്ത് വീണു പോകുമെന്നല്ലേ പറഞ്ഞ, പക്ഷെ കാല് വീണു പോകുന്നില്ല. ഓരോ ചുവടുകൾ വെക്കുന്തോറും കാലിനകത്ത് എന്തോ ഒരു ബലം പോലെ, നരിയാണി ഉറച്ചതുപോലെ, മുട്ടുറച്ചതുപോലെ, കാലിനകത്ത് ജീവൻ വെളിപ്പെട്ടതുപോലെ. ഓരോ ചുവട് വെക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവം അസ്ഥികളെ ജീവിപ്പിച്ചു, എന്റെ ദൈവം അസ്ഥികളെ ജീവിപ്പിച്ചു. അവൻ ചുവടുകൾ വെച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്നപ്പോൾ മനസ്സിലായി, എന്റെ ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. ആഴ്ച ഓർത്തു വിഭാഗത്തിൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്റെ മാതാവും പിതാവും കൂടെ നടന്നു കയറി വരുന്നത് കണ്ടിട്ട് ചികിത്സിച്ച് പരിചയമുള്ള ഡോക്ടേഴ്സ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, പുഷ്പലതയല്ലേ നടന്നു വരുന്നേ? അവർ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, നീ എങ്ങനെ നടക്കുന്നത്? ഉറക്കെ പറഞ്ഞു, എന്റെ ദൈവം എന്നെ ജീവിപ്പിച്ചു, എന്റെ ദൈവം എന്നെ നടത്തി. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രിയരെ, എന്റെ ദൈവം വാഗ്ദത്തങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്. എന്റെ ദൈവം നമ്മുടെ മേലുള്ള ആലോചനകളെ ജീവിപ്പിക്കുന്നവനാണ്. അസ്ഥി കൂമ്പാരങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ജീവൻ നൽകിയ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാതിരിക്കാൻ ശക്തിയില്ലാതില്ല. ദൈവത്തിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ ബലം
കഴിഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിലും അസ്ഥികളെ ജീവിപ്പിക്കാൻ ദൈവം ശക്തനാണ്. സാക്ഷ്യവാചകങ്ങളെ നിർപ്പിക്കുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെയും തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന നാൾ വഴികൾ ദൈവം നടത്തിയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഏകദേശം 12 വയസ്സ് തൊട്ട് കർത്താവിനെ പ്രസംഗിപ്പാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ചു. അവൻ കർത്താവ് നടത്തുന്ന സ്ഥലത്തൊക്കെയും രാജ്യത്തിലൊക്കെയും പട്ടണങ്ങളിലൊക്കെയും നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാറുണ്ട്. ഒരു ശുശ്രൂഷകന്റെ തലമുറകളായി ജനിച്ച് വളർന്നവർക്കറിയാം, അവർ വളർന്നു വരുന്ന സാഹചര്യം ഇച്ചിരി പ്രയാസമാണ്. ചോദ്യശരങ്ങളുടെ നടുവിലാണ് വളർന്നു വരേണ്ടത്. പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ പിതാവ് അനുഭവിച്ചു വരുന്ന കാര്യങ്ങളെ കണ്ടായിരിക്കണം പുറകെ നിന്ന് വരുന്ന തലമുറകളും വരേണ്ടത്. ആ നിന്നയും ആ വിശപ്പും ആ ഭാരവും ആ കഷ്ടതയും ഒക്കെ സഹിച്ച് വളർന്നു വരുമ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പം ദൈവം ഇതുവരെയും മാനിച്ചെന്നല്ലാതെ ഒന്നും പറയാനില്ല. പരിഹസിച്ച പലരും ആ ദേശത്ത് ഇട്ടാവട്ടത്ത് കറങ്ങി നടക്കുമ്പം ദൈവം എന്നെ പട്ടണങ്ങളിൽ നിർത്തുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് ജീവനുണ്ട്. ദൈവം പറഞ്ഞ പ്രോമിസുകൾക്ക് ജീവനുണ്ട്. ഞാൻ ഈ സൗദി രാജ്യത്തെ കുറിച്ചും ഒത്തിരി കേൾവി കേട്ടിട്ടുണ്ട്, ഉണർവിന്റെ തലങ്ങളെ കുറിച്ച്. ഞാൻ അന്നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പതിവായിരുന്നു, കർത്താവേ, എന്റെ കേട്ടുകേൾവിയിൽ കിടക്കുന്ന ഈ ഉണർവിന്റെ തലങ്ങളെ എനിക്ക് കാണാനും അനുഭവിക്കാനും സഹായിക്കണം. അങ്ങനെ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെ ഒരുക്കി ആ കൃപയാലാണ് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. ഈ രാജ്യത്തിൽ വരുന്നതിന് 1 മാസം പുറകിൽ മാതാവിന് പിന്നെയും കാലിൽ വേദന ഉണ്ടായി. എന്താ വേദന എന്നറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. ചെക്കപ്പിൽ സ്കാനിംഗ് റിപ്പോർട്ടിലും മറ്റ് റിപ്പോർട്ടുകളിലും ഒക്കെ അവർ പറഞ്ഞു കാലിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ആ ഓപ്പറേറ്റ് ചെയ്ത സ്ഥലം മേലെ ഭാഗം തൊട്ട് താഴെ വരെ ക്യാൻസറിന്റെ വേരുകൾ വളർന്നിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, പ്രാർത്ഥിക്കുക. ഞങ്ങൾ മാക്സിമം നോക്കാം. ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ആകമാനം പ്രയാസമാണ്. അതിനകത്ത് മുഴുവൻ പ്രശ്നം നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞ, കർത്താവേ, അങ്ങയുടെ നാമമാണ് ഒരിക്കൽ വെളിപ്പെട്ടത്. അങ്ങ് അത്ഭുതം ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണ്. അങ്ങ് അത്ഭുതം ചെയ്തേ മതിയാകൂ. ഞാൻ വന്ന ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് 40 days വാഷിംഗ് വെയർ നടക്കുകയായിരുന്നു. ഞാനും അതിൽ ജോയിൻ ചെയ്തു. ഡിസംബർ 15-ാം തീയതി 40ന്റെ അവസാന ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ വിഷയമേ ഉള്ളൂ, കണ്ണുനീരോടെ ഈ വിഷയത്തിന് വേണ്ടി കർത്താവെ സൗഖ്യം നൽകി മതിയാകൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉച്ച സമയത്ത് പ്രാർത്ഥിച്ച് അവസാനിക്കുന്ന ആ സമയത്ത് നാട്ടിൽ RCC ക്യാൻസർ സെന്ററിൽ നിന്ന് എൻ്റെ സഹോദരനും കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു വേര് പോലും ഇല്ല, പൂർണ്ണമായി സൗഖ്യമായിരിക്കുക. ഈ ഞാനൊരു ദൂത് പറയട്ടെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്. മാരകമായ രോഗങ്ങളല്ല വലുത്, നിന്നെ വിളിച്ച ദൈവമാണ് വലുത്. ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, മനുഷ്യര് പറയുന്ന വാക്കിൽ നോക്കി തലകുനിഞ്ഞ് നിൽക്കാതെ, പ്രയാസങ്ങൾ നോക്കി തലകുമ്പിട്ട് നിൽക്കാതെ, പ്രതിസന്ധികളെ ഓർത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കാതെ, ഡോക്ടേഴ്സ് എന്തോ പറഞ്ഞെന്ന് വിചാരിച്ച് അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ അവരുടെ മുഖത്ത് നിന്ന് കണ്ണുമാറ്റ്, അവർ പറഞ്ഞ വാക്കിൽ നിന്ന് കണ്ണുമാറ്റ്. കർത്താവിന്റെ മുഖത്തോട് നോക്ക്, കർത്താവിന്റെ മുഖത്തോട് നോക്ക്. വിളിച്ച ദൈവം പുഞ്ചിരി തൂക്കിയ മുഖവുമായി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കിയാൽ നിശ്ചയമായും നമ്മുടെ ത്വക്ക് പ്രകാശിക്കും, നമ്മുടെ മുഖം പ്രകാശിക്കും. നെറ്റിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവമുഖത്തേക്ക് നാം നോക്കണം. ഞാൻ വാക്കുകൾക്ക് വിശകലനം കൊടുക്കുന്നില്ല, വേഗത്തിൽ ഉപസംഹാരത്തിലേക്ക് വരിക. അപ്പൊ പ്രിയരെ, നാം നോക്കേണ്ടത് 2 വിഷയങ്ങൾ. ഒന്ന്, നാം നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം. 2, നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. വിശദീകരിക്കണം ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞു വിടുക. 3, നമ്മൾ വായിച്ച കുറിവാക്യം നമ്മുടെ വിളിയെ, അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞു വിടുകയാണ്. ഇനി അടുത്തൊരു ഭാഗം, ഞാൻ 2ാമത്തെ ഭാഗം ഒന്ന് തൊട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ദൈവത്തിന്റെ നോട്ടം. ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ദൈവം നമ്മെ നോക്കും. ലൂക്കോസ് വിശേഷം വായിപ്പിക്കുന്നില്ല. ലൂക്കോസ് 1:25 പറയുന്നൊരു വാക്യമുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. ആരെ കുറിച്ചാണെന്നറിയാമോ? എലിസബത്ത് പറയുകയാണ്, ദൈവം എന്നെ എന്ത് ചെയ്തു? മലയാളം ബൈബിളിലാണ് എന്നെ കടാക്ഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. വേറൊരു പരിഭാഷയിൽ ഞാൻ ഇങ്ങനെയാകണ്ടേ, എന്റെ നിന്ന നീക്കാൻ കർത്താവ് എന്നെ നോക്കി. കർത്താവ് എന്നെ നോക്കി. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ നോക്കി. ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ, ലുക്ക്ഡ് ഓൺ മീ എന്നല്ലേ. കർത്താവ് എന്നെ എന്ത് ചെയ്തു? എന്നെ കർത്താവ് കണ്ടു, എന്നെ കർത്താവ് നോക്കി. കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എവിടെ വെച്ച്? മനുഷ്യരുടെ ഇടയിൽ നിന്നാഭാരം ചുമന്ന് നടക്കേണ്ടി വന്ന എന്നെ
തലകുമ്പിട്ട് നടക്കേണ്ടിയിരുന്ന എന്നെ, ഭാരം വഹിക്കേണ്ടിയിരുന്ന എന്നെ, പ്രയാസപൂരിതമായി നടക്കേണ്ടി വന്ന എന്നെ എന്റെ കർത്താവ് നോക്കിയത് കൊണ്ട് മാത്രം ഞാൻ തല ഉയർത്തി നിൽക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. എന്നെ നോക്കിയ കർത്താവ്, എന്റെ നിന്നയെ നോക്കിയ, എന്റെ മേലുള്ള ഭാരത്തെ, എന്റെ മേലുള്ള ഭാരത്തെ നോക്കിയ കർത്താവ്. പ്രിയരെ, കർത്താവിന്റെ നോട്ടത്തിന് ശക്തിയുണ്ട്. നമ്മൾ ഒത്തിരി കർത്താവിന്റെ പ്രത്യേകതകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? കർത്താവിന്റെ വാക്കിന് ശക്തിയുണ്ട്, കർത്താവിന്റെ കരസ്പർശനത്തിന് ശക്തിയുണ്ട്, കർത്താവിന്റെ അധരങ്ങൾക്ക് ശക്തിയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, കർത്താവിന്റെ നോട്ടത്തിന് പോലും ശക്തിയുണ്ടെന്നാണ്. ഞാൻ ഇവരുടെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ ഗിദെയോനുണ്ട്. ആ ഗിദെയോനോട് സംസാരിക്കുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ നമ്മളെ പോലെ ചോദിക്കാൻ, എന്റെ പൊന്നു കർത്താവ്, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തുല്യനായ ആൾക്കാരാണ്. പുള്ളിക്കാരൻ പറയുന്ന, കർത്താവ് അങ്ങ് കൂടെ ഉണ്ടെന്ന് പറയുകയും ഞാൻ ഇതൊക്കെ കൊള്ളേണ്ടി വരുന്നതും എന്ത്? ഈ ചോദ്യം ചോദിപ്പിച്ചപ്പോ ദൈവം മറുപടി പറഞ്ഞതായിട്ട് അവിടെ ന്യായമായ ചോദ്യമല്ലേ ചോദിച്ചേ? കർത്താവെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ. കർത്താവ് മറുപടി പറഞ്ഞില്ല. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, യഹോവ അവനെ നോക്കി. മറുപടി പറഞ്ഞെന്നല്ല, എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് വിഷമം പറഞ്ഞ ഭക്തന്റെ നേരെ ദൈവം നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ ബലത്തോടെ, ഏത് ബലത്തോടെ? ദൈവം അവനെ കരസ്പർശനത്താൽ അഭിഷേകം ചെയ്തായിരുന്നോ? ദൈവം അവനെ തൊട്ടായിരുന്നോ? ദൈവം അവന്റെ മേൽ അഭിഷേകം പകർന്നോ? എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ? ഈ ഏത് ബലം? എങ്ങനെയാ ബലം അവന്റെ മേൽ പറഞ്ഞേ? യഹോവ അവനെ നോക്കി. ദൈവം നമ്മെ നോക്കിയാൽ ആ നോട്ടത്തിൽ കൂടെ പോലും ശക്തിയുടെ പ്രഭവമുണ്ടാകും. ആ നോട്ടത്തിൽ കൂടെ പോലും അഭിഷേകത്തിന്റെ കൈമാറ്റം ഉണ്ടായിരിക്കും. ഈ പകൽ ഇതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ നമ്മളെ കണ്ടില്ലേലും സാരമില്ല, ഉയരത്തിന് ദൈവം എന്നെ നോക്കിയാൽ ആ നോട്ടത്തിലൂടെ അഭിഷേകം എന്നിലേക്ക് വിടപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാമേ പറ. എന്റെ ദൈവം എന്നെ ഒന്ന് നോക്കിയാൽ മനുഷ്യരുടെ നോട്ടം വല്ലാത്ത സ്ഥിതിയിലാണ്. മനുഷ്യർ നമ്മെ നോക്കുന്നത് വല്ലാത്തൊരു നോട്ടമാണ്. ലൂക്കോസ് വിശേഷത്തിൽ ഈ പത്രോസിനെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നുണ്ട്. കർത്താവ് പിടിക്കപ്പെട്ടു, പത്രോസ് അകലം വിട്ട് പിൻചെല്ലുന്നു. ആ കോട്ടയ്ക്കകത്ത് നിൽക്കുമ്പം ഒരു പുള്ളിക്കാരി പത്രോസിനെ ഉറ്റുനോക്കിയെന്നാണ്. എങ്ങനെ നോക്കി? ഇടയ്ക്കൊരു ചർച്ചിനകത്തൊരു അനുഭവം ഇങ്ങനെ ഉണ്ടായി. ഒത്തിരി ഇതുപോലെ യൗവനക്കാർ ആരാധിക്കുന്ന ഒരു ചർച്ചാണ്. അതിനകത്ത് 2 മൂപ്പന്മാരുണ്ട്, സഭയുടെ മൂപ്പന്മാരുണ്ട്. ഈ എന്ത് പ്രശ്നം വന്നാലും, എന്ത് ഉപദേശം കേട്ടാലും 2 മൂപ്പന്മാരും വല്ലാത്ത നോട്ടം പിള്ളേരെ. ഈ ഉറ്റുനോക്കം മനസ്സിലാകുമ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലാകും ഈ ഉപദേശം ആർക്കിട്ടാണ്. അപ്പോ ഇടയ്ക്ക് വന്നൊരു ഗസ്റ്റ് പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, സ്വർഗത്തിൽ 24 എത്ര പേരുണ്ട്? പിള്ളേരെ യോഗം കഴിഞ്ഞിട്ട് പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇവിടെ 2 പേരെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, നിങ്ങളാണ്. അപ്പൊ ഈ മനുഷ്യരുടെ നോട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നോട്ടമാണ്. ഉറ്റുനോക്കി എന്നാണ്, ഉറ്റുനോക്കി. നമ്മുടെ ദൈവം നമ്മെ നോക്കിയ സ്ഥിതി മാറും, അവസ്ഥകൾ മാറും. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കാൻ തക്കവണ്ണം കർത്താവ് എന്നെ കടാക്ഷിച്ചു. ദൈവം എന്നെ നോക്കി. നമ്മുടെ മേൽ ദൈവത്തിന്റെ നോട്ടം വരണം. ഇനി നമ്മുടെ കർത്താവിന്റെ ഒരു നോട്ടത്തെ കൂടെ പറയാം. കർത്താവിന്റെ, ഞാൻ ഈ പറഞ്ഞു വന്നില്ലേ, പത്രോസിനെ ആ സ്ത്രീ എങ്ങനെ നോക്കി? ഉറ്റുനോക്കി. ആ ഉറ്റുനോട്ടം കണ്ടപ്പോഴേ പത്രോസിന് മനസ്സിലായി നോട്ടം അത്ര ശരിയല്ല. പുള്ളിക്കാരന് മനസ്സിലായി എന്തോ പന്തി കേട്ടുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുമ്പോ ആ സ്ത്രീ വന്നിട്ട് ചോദിച്ചു, നീയും ആ കൂട്ടത്തിൽ? നീയും ആ കൂട്ടത്തിൽ? അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല സ്ത്രീയെ, നീ എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഈ വേറൊരുത്തരും വന്നു, അവൻ ഉറ്റുനോക്കിയെന്നില്ല. ഈ ആദ്യത്തെ അവൾ തന്നെ ഉറ്റുനോക്കിയപ്പോൾ ഇവനൊരു പരിപത്തിയായി. അപ്പൊ രണ്ടാമത്തെ വന്ന് ഉറ്റുനോക്കിയില്ല. അവനെ വന്ന് നോക്കിയിട്ട് അവനോട് പറയാതെ വേറൊരുത്തനോട് പറഞ്ഞു, ഇവനും ആ കൂട്ടത്തിൽ. ആദ്യത്തെ ഉറ്റുനോക്കൽ കണ്ടപ്പോഴേ പന്തികേട് മനസ്സിലായ പത്രോസ് ഇവന്റെ നോട്ടത്തിന്റെ ആശയം. അവൻ വേറൊരുത്തനോട് ഇവനും ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞെന്നല്ല, വേറൊരുത്തനോട് പറഞ്ഞെന്നാ.
ഈ നോക്കിയവൻ വേറൊരുത്തനോട് ഈ പറഞ്ഞവനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ഈ തള്ളിപ്പറഞ്ഞ അനന്തരം കോഴി കൂകിയപ്പം അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ എഴുതിയിരിക്കുന്ന പദപ്രയോഗം ശ്രദ്ധിക്കുക. കർത്താവ് അവനെ 3.5 വർഷം കൂടെ നടന്നവന്റെ ഹൃദയത്തിനകത്ത് ചാട്ടുളി തറയ്ക്കുന്നത് പോലായിരുന്നു ആ നോട്ടം. ആ നോട്ടത്തിലൂടെ അതിന്റെ ആഴവും പരപ്പും വിശാലതയും ഒക്കെ പുള്ളിക്കാരൻ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കർത്താവ് അവനോട് ഒന്നും പറഞ്ഞില്ല. ആ സ്ത്രീ ഉറ്റുനോക്കിയതുപോലെ ഈ മനുഷ്യൻ നോക്കിയതുപോലെ അല്ല. കർത്താവിന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ പത്രോസിനെ ഏറ്റുവെച്ചിട്ട് കാര്യങ്ങൾ ചാട്ടുള്ളി തന്റെ നെഞ്ചിലേക്ക് തറയ്ക്കുന്നത് പോലെ ആയിരുന്നു കർത്താവിന്റെ നോട്ടം. ഈ പകൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഈ യോഗത്തിന്റെ നടുവിലും കർത്താവ് ആരോഗ്യം നോക്കുന്നുണ്ട്. ആ നോട്ടത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കുന്ന ദൈവമക്കളെ ആ നോട്ടത്തിനകത്തുണ്ട് എത്രമാത്രം പ്രാർത്ഥന ഉണ്ടെന്ന്, ആ നോട്ടത്തിനകത്തുണ്ട് എത്രത്തോളം ഉപവാസം ഉണ്ടെന്ന്, ആ നോട്ടത്തിനകത്തുണ്ട് എത്രത്തോളം ദൈവമായി അടുത്താണോ അകലെയാണോ എന്ന്. അടുത്തിരിക്കുന്ന ആരും നിങ്ങളെ അറിഞ്ഞില്ലേലും സ്വർഗത്തിലെ അപ്പം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പകലെന്ന്, സ്വർഗത്തിലെ കർത്താവ് നിന്നെ കാണുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് കൂട്ടുകാരി കണ്ടില്ലേലും ചാർച്ചക്കാരി കണ്ടില്ലേലും പ്രിയപ്പെട്ടവരെ കണ്ടില്ലേലും നിന്റെ കർത്താവ് നിന്നെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിനകത്ത് മനസ്സിലാക്കിക്കോണം, എന്റെ ജീവിതത്തിലുള്ള ബലഹീനതകൾക്കുള്ള നോട്ടമാണ് ആ നോട്ടം. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന നോട്ടമാണ് ആ നോട്ടം. ഈ പകൽക്കാലത്തെ ഈ പ്രബോധനം എന്നവണ്ണം കൈമാറുക. നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, കർത്താവിന്റെ നോട്ടത്തെ അവഗണിക്കരുത്, കർത്താവിന്റെ നോട്ടത്തെ ത്യജിക്കരുത്. വാക്കുകൾ സംഹരിക്കട്ടെ പ്രിയരെ. നാം നോക്കണം, നമ്മുടെ നോട്ടം ദൈവത്തിന്റെ മുഖത്തേക്കാകട്ടെ, വാഗ്ദത്തങ്ങളിലേക്കാകട്ടെ, കുറിവാക്യം പോലെ വിളിയിലേക്കാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോഷകമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഈ പകലിനും ദൈവത്തിന്റെ വിളിയെ നോക്കി, തെരഞ്ഞെടുപ്പിനെ നോക്കി മുമ്പിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കുക, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കുക. നമ്മത്തിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ പകൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. നമ്മെ നോക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്നൊരു കർത്താവുണ്ട്. പത്രോസിനെ കർത്താവ് ഒന്ന് നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിനകത്ത് പത്രോസിന് തന്റെ തെറ്റ് മനസ്സിലായി, തന്റെ കുറവ് മനസ്സിലായി. അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. ഈ പകൽ ദൈവസന്നിധിയിൽ കരയുന്ന പകലാണ്. ദൈവസന്നിധിയിൽ ഈ പകൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടോ? കണ്ണുകൾ കലങ്ങുന്നുണ്ടോ? എന്റെ കർത്താവ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ ആദരങ്ങളിൽ നിന്നൊരു ഏറ്റുപറച്ചിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? അതേ കർത്താവ് ഞാൻ ബലഹീനനാണ്, അതേ കർത്താവ് എവിടെയൊക്കെയോ ഞാൻ അങ്ങേ തള്ളി പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെയോ ഞാൻ ഫോഷ്കിൽ ആശ്രയിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ ഞാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കാതിരുന്നിട്ടുണ്ട്, എവിടെയൊക്കെയോ വാഗ്ദത്തങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. ഈ പകൽ എന്റെ ബലഹീനതയെ ക്ഷമിക്കണമേ എന്ന് അമ്പ് തറയ്ക്കുന്നത് പോലെ കർത്താവിന്റെ നോട്ടം നമ്മിലേക്ക് തറയ്ക്കുക. ഒരു നിമിഷം നമ്മുടെ ഹൃദയംഗമായ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. ശൂന്യതകളിലേക്കും പരാജയങ്ങളിലേക്കും ശത്രുവിന്റെ വെല്ലുവിളികളിലേക്കും നോക്കാതെ ദൈവം തലമേൽ നൽകിയിരിക്കുന്നുവെന്ന് ബോധ്യമുള്ള വാഗ്ദത്തങ്ങളിലേക്ക് നോക്കാൻ ദൈവം പകർന്നിരിക്കുന്ന ആലോചനകളിലേക്ക് നോക്ക്. വാഗ്ദപ്പെട്ട് സംസാരിക്കുന്നു. ഈ സംവത്സരം കഴിയുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ജയത്തോടെ നിൽക്കാൻ തക്കവണ്ണം ദൈവം വഴിതുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്.